ഇപ്പോൾ പ്രശാന്തിനെ കണ്ട് സംസാരിക്കുമ്പോൾ പ്രശാന്ത് പറയുന്നത് താങ്കൾക്ക് വേണ്ടി BJP കൗൺസിലർമാർ വോട്ട് പിടിക്കുന്നു അതൊക്കെ ആരോപണം, അത് തോൽവിയുറപ്പായി. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആരോപണം. ഞാൻ BJP CPM ഡീലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തോൽവി ഉറപ്പിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്താന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുകയാണ്. അപ്പോൾ ആരാണ് തോൽവി അപ്രൂവ് ചെയ്തതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. കേരളത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ നമ്മോടുകൂടി ചേരുകയാണ്. അവസാന ഘട്ടമാണ്, ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെയാണ് ഒരു ഫീൽ എന്താണ്? അല്ല, നല്ല റെസ്പോൺസാണ് ജനങ്ങളുടെ ഭാഗത്ത്. ഉറപ്പായിട്ട് ഇവിടെ ജയിക്കും. ഇപ്പോൾ പ്രശാന്തിനെ കണ്ട് സംസാരിക്കുമ്പോൾ പ്രശാന്ത് പറയുന്നത് താങ്കൾക്ക് വേണ്ടി BJP കൗൺസിലർമാർ വോട്ട് പിടിക്കുന്നു. അതൊക്കെ ആരോപണം, അത് തോൽവിയുറപ്പായി. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആരോപണം. ഞാൻ BJP CPM ഡീലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തോൽവി ഉറപ്പിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്താന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുകയാണ്. അപ്പോൾ ആരാണ് തോൽവി അപ്രൂവ് ചെയ്തതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. വഴിയിൽ വെച്ച് കളഞ്ഞിട്ട് പോയ ആളാണ് മുരളീധരൻ എന്ന പ്രചരണവും കൂടി നടക്കുന്നു. അല്ല, കോർപ്പറേഷൻ സ്ഥാനം ഒഴിഞ്ഞിട്ട്, മേയർ സ്ഥാനം ഒഴിഞ്ഞ് കളഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. മാത്രമല്ല, അദ്ദേഹം കൗൺസിലർ സ്ഥാനം രാജിവെച്ചു. അവിടെ പകരം ഒരു ഇലക്ഷൻ നടന്നില്ല ആ വാർഡിൽ. അതിൻ്റെ ഫലമായിട്ട് കോവിഡ് കാലത്ത് അവിടെ കോവിഡ് കിറ്റുകൾ നൽകാനൊന്നും ഉത്തരവാദിത്തപ്പെട്ട ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇത് അദ്ദേഹം ആലുവയിൽ പോയിട്ട് പറയുമോ? എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഷേം ആരിഫ്. അദ്ദേഹം അവിടെ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം ഞാൻ ഒരുമിച്ചാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തത്. അദ്ദേഹം ആലുവയിൽ മത്സരിക്കുന്നുണ്ടല്ലോ. അരൂർ കളഞ്ഞിട്ട് പോയ ആളാണെന്ന് അദ്ദേഹം പറയുമോ? അപ്പോൾ ഇതൊക്കെ പത്രം വായിക്കാത്തവരാണ് ജനമെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കരുത്. ആരോടാണ് ഇവിടെ മത്സരിക്കുന്നത്? BJP-യോടാണോ LDF-നോടാണോ? ഞങ്ങൾ 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു. 2-3 സ്ഥാനങ്ങൾ അവർ തീരുമാനിച്ചോട്ടെ. താങ്കൾ നേരത്തെ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണോ വട്ടിയൂർക്കാവിലെ ജനങ്ങൾ? തീർച്ചയായിട്ടും ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകാൻ കഴിയാത്ത പൂർത്തീകരിക്കണം. പുതിയ വികസന സാധ്യതകൾ നടപ്പാക്കണം.